എന്തിനാ പ്രശ്നങ്ങൾ? എന്തിനാ അഗ്രിപ്പാവിനെ എഴുന്നേൽപ്പിച്ചത്? എന്തിനാ സഭയെ പീഡിപ്പിച്ചത്? പണ്ടുണ്ടായിരുന്ന ആത്മീക ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ. അത് മാത്രമല്ല, എന്റെ മേൽ ചില ദൂത് കിടപ്പുണ്ട്. അത് ഒരു പട്ടണത്തിൽ ഒതുങ്ങുന്ന ദൂതല്ല, പിന്നെ ചില പട്ടണങ്ങൾ കൂടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷയ്ക്കായിട്ട് ഓടിപ്പോകാനുള്ള ചില നിയോഗങ്ങൾ കൂടെ അപ്പോസ്തലന്മാരുടെ മേൽ കിടപ്പുണ്ട്. ആ നിയോഗമുള്ളവനാ ഇപ്പൊ എവിടെ കിടക്കുന്നത്? കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത്. എന്തിനാ നിന്നെ ഈ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നറിയാമോ? നിന്നോട് ഞാൻ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞില്ലേ, പത്രോസേ, കംഫർട്ട് സോണിനകത്ത് ഒതുങ്ങി നിൽക്കരുത്. നിന്നെ ഞാൻ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് അയക്കൂ. നീ അവിടെ എനിക്ക് വേണ്ടി സാക്ഷിയാകണം. പക്ഷേ നാളുകളായി നീ എന്റെ ദൂതിനനുസരിച്ച് ചലിക്കുന്നില്ല. എന്റെ ദൂതിനനുസരിച്ച് നീ ചലിക്കാത്തത് കൊണ്ട് കുറച്ച് ദിവസം എനിക്ക് ഒരു പ്രോസസ്സിങ്ങിലൂടെ നിന്നെ കടത്തിവിട്ടേ പറ്റത്തുള്ളൂ.